നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ പ്രവാസികൾക്ക് തൊഴിൽ ചെയ്യാൻ കൂടുതൽ അവസരങ്ങൾ നൽകുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. കടുത്ത നിബന്ധനകൾ നൽകുന്നുവെങ്കിലും പ്രവാസികൾക്ക് പ്രിയ ഇടം തന്നെയാണ് സൗദി അറേബ്യ. എന്നാൽ ഒരു സുപ്രധാന നിബന്ധന പങ്കുവച്ചിരിക്കുകയാണ് അധികൃതർ. ഡ്രൈവർ, നഴ്സ്, ലേബർ എന്നീ പ്രൊഫഷനുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സൗദി അറേബ്യയിലേക്ക് വരുന്നതിന് ടൂറിസ്റ്റ് വിസ ലഭിക്കില്ല എന്നതാണ്. മറ്റെല്ലാ പ്രൊഫഷനുകളിലുള്ളവർക്കും വിസ ലഭിക്കുമെന്നും ടൂറിസ്റ്റ് വിസയിൽ സൗദിയിലെത്തിയാൽ നിയമങ്ങൾ പാലിക്കണമെന്നും രേഖകൾ കയ്യിൽ കരുതണമെന്നും സൗദി ടൂറിസം മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഓൺലൈൻ ടൂറിസ്റ്റ് വിസ സൗദി ടൂറിസം മന്ത്രാലയം അനുവദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് അടക്കം ഏകദേശം 435 റിയാൽ ചിലവ് വരും. ഇതെല്ലാം വിസ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ വഴി ഡോളറായി അടയ്ക്കണം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ഇമെയിൽ വഴി രജിസ്റ്റർ ചെയ്ത് ആവശ്യപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകിയാൽ മണിക്കൂറുകൾക്കകം വിസ ലഭിക്കും. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് ഉംറ കർമ്മം നിർവഹിക്കാവുന്നതാണ്. എന്നാൽ ഹജ്ജ് നിർവഹിക്കാൻ കഴിയില്ല. ഒന്നോ അതിലധികമോ തവണ ടൂറിസ്റ്റ് വിസ ഉപയോഗിക്കാവുന്നതാണ്. വിസ അപേക്ഷകരുടെ ഗൾഫിലെ താമസരേഖ അഥവാ ഇഖാമ കാലാവധി 3 മാസത്തിലും പാസ്പോർട്ട് കാലാവധി 6 മാസത്തിലും കുറയാൻ പാടില്ലെന്ന് വ്യവസ്ഥയുണ്ട്. സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി എന്നിങ്ങനെ 2 വിധത്തിലാണ് ടൂറിസ്റ്റ് വിസ ലഭിക്കുക. അതേസമയം സിംഗിൾ എൻട്രി വിസയിലൂടെ ഒരു തവണ പ്രവേശിച്ചാൽ കാലാവധി 3 മാസത്തേക്ക് മാത്രമായിരിക്കും. മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ സാധുത 1 വർഷത്തേക്കാണെങ്കിലും ഒറ്റ തവണ താമസിക്കുന്ന കാലയളവ് 3 മാസത്തിൽ കൂടരുതെന്നും വ്യവസ്ഥയുണ്ട്. സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി എന്നിങ്ങനെ 2 വിധത്തിലാണ് ടൂറിസം വിസ ലഭിക്കുക. അതേസമയം സിംഗിൾ എൻട്രി വിസയിലൂടെ ഒരു തവണ പ്രവേശിച്ചാൽ കാലാവധി 3 മാസത്തേക്ക് മാത്രമായിരിക്കും. മൾട്ടിപ്പിൾ എൻട്രി വിസയുടെ സാധുത 1 വർഷത്തേക്കാണെങ്കിലും ഒറ്റ തവണ താമസിക്കുന്ന കാലയളവ് 3 മാസത്തിൽ കൂടരുതെന്നും വ്യവസ്ഥയുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.